ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ആര് പറഞ്ഞു ഈ ഒരു ആൻറ്റി ടെർണിഷ് കളർ ഫെയ്ഡാവില്ല എന്നുള്ളത്? കളർ ഫെയ്ഡാവും കേട്ടോ. അതെങ്ങനെയെന്നുള്ളത് കെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുന്നതൊക്കെ ചെറിയ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് വെള്ളം തട്ടിയാലോ സോപ്പ് തട്ടിയാലോ ഒന്നും കളർ ഫെയ്ഡാവില്ല. പക്ഷേ നമുക്ക് കെമിക്കൽ മീൻസ് നാരങ്ങനീര്, വിനാഗിരി, സാനിറ്റൈസർ, സ്പ്രേ, പിന്നെ ക്ലോറക്സ്, ബ്ലീച്ചിങ് പൗഡർ, ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ടാവുമല്ലോ. മെർക്കുറി, ഇപ്പോൾ ഈ ലാബിലൊക്കെ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ. അപ്പോൾ അവർ ലാബിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കോളേജ് കുട്ടികളൊക്കെ ലാബിലൊക്കെ പോകുമ്പോൾ ഗോൾഡ് ഊരി വെച്ചിട്ടാണ് പോവുക, കാരണം അത് കളർ ഫീഡാവും. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ തട്ടിയാൽ ഈ ഗോൾഡ് തന്നെ മെർക്കുറി തട്ടിയ കളർ ഫീഡാവും. അല്ലാത്തത് എന്ത് തട്ടിയാലും, അതായത് ഈ ഒരു ഐറ്റംസുകൾ ഗോൾഡ് പ്ലേറ്റഡ് ആണെങ്കിലും ആൻറ്റി ടെർണിഷ് ആണെങ്കിലും റോസ് ഗോൾഡ് ആണെങ്കിലും ഇത്രയും പറഞ്ഞ് ഞാൻ ഐറ്റംസുകൾ നിങ്ങളെ കയ്യിൽ നിന്ന് അറിയാതെ തട്ടുക ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടം കൊണ്ട് കളർ ഫീഡ് ആവട്ടോ. അല്ലാതെ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. സോപ്പ് തട്ടി വെള്ളം തട്ടിയ ഒരു പ്രശ്നമില്ല. പക്ഷേ ഇത്രയും പറഞ്ഞ ഐറ്റംസുകൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ തട്ടിയാൽ അവിടെ ഫെയ്ഡാവും. പിന്നെ നിങ്ങൾ തന്ന സാധനം ക്വാളിറ്റി ഇല്ലാണ്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ കെയർ ചെയ്യുന്നതിനനുസരിച്ചാണ് വരിക കേട്ടോ. നിങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ്. കാരണം നിങ്ങൾ കെയർ ചെയ്തിട്ട് ഇപ്പോൾ എവിടെയെങ്കിലും പോയി വന്നിട്ടാണെങ്കിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളിപ്പോൾ നമ്മൾ ക്ലീനിങ്ങിൻ്റെ പരിപാടിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ഒന്ന് കഴിയുന്നത് ഒഴിവാക്കിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ അല്ലാതെ ചില്ലറ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് ഓരോന്ന് അറിയാലോ, ബ്ലീച്ചിങ്ങും അങ്ങനെയൊക്കെ ഇട്ടിട്ട് ക്ലീൻ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും. സാധാരണ വീട്ടമ്മമാർ പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളൊക്കെ പിന്നെ അവർക്ക് കുറവായിരിക്കുക. അപ്പോൾ അങ്ങനത്തെ ആളുകൾ അതൊക്കെ ഊരി വെച്ചതിന് ശേഷം ക്ലീൻ ചെയ്യാൻ നോക്കും. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ക്ലോറക്സ് തന്നെ നമ്മൾ തുണിയിലായ അവിടം കൊണ്ട് വൈറ്റ് കളറായിരിക്കും. അതേപോലെ തന്നെയാണ് കേട്ടോ ഇതൊക്കെ. ഇതിനൊന്നും നമുക്ക് കളറ് ഗ്യാരണ്ടി പറഞ്ഞിട്ടുള്ളത് വർഷങ്ങളോളം എന്നാണ് കേട്ടോ. 1 ഇയേഴ്സിൻ്റെ മുകളിലോട്ട് 6 മാസം മുതൽ 2 ഇയേഴ്സൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് കെയർ ചെയ്യുന്നിടത്താണ് കാര്യമുള്ളത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നാരങ്ങനീരോ വിനാഗിരിയോ ബ്ലീച്ചിങ് പൗഡറോ ക്ലോറക്സോ ഇതൊന്നും തട്ടാതെ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് വർഷങ്ങളോളം ഉപയോഗിക്കാം. അല്ല, നിങ്ങളവിടെ കെയർ ചെയ്യാതെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മാസങ്ങളോളം തന്നെ നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയൊക്കെയാണ്. ഇത് ഈ ഒരു ആൻറ്റി ടെർണിഷ് മാത്രമല്ല, ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസ് ആണ് ഇങ്ങനെ തന്നെയാണ് കെയർ ചെയ്യേണ്ടത് കേട്ടോ. അല്ലാതെ ഒരു പ്രശ്നം വരുന്നില്ല. ചില ആളുകൾക്ക് ഇത് അലർജി ഉണ്ടാവും ചോദിക്കലുണ്ട്. ചില ആളുകൾക്ക് ഗോൾഡ് പ്ലേറ്റഡ് അലർജി ആണെങ്കിലും ആൻറ്റി ടെർണിഷ് അലർജി വരാറില്ല കേട്ടോ. അത് ചില ആളുകൾക്ക് മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എല്ലാവർക്കും ഒരേപോലെ ആണെന്നില്ല. ചില ആളുകൾക്ക് ഗോൾഡ് അലർജി ഉള്ള ആളുകളില്ലേ, അതുപോലെ തന്നെ ഇതും അലർജി ഉള്ള ആളുകളുണ്ടാവും. അത് ഓരോരുത്തരുടെ ശരീരത്തിനനുസരിച്ചാണ് കേട്ടോ വരിക. മുൻകൂട്ടി പറഞ്ഞെന്നുള്ളൂ. ചില ആളുകൾക്ക് ഇത് യൂസ് ചെയ്തിട്ട് തുടങ്ങി പെട്ടെന്ന് കളർ ഫെയ്ഡാവും. അത് ഇതെന്നല്ല, ഗോൾഡ് പ്ലേറ്റഡിലും ഉണ്ട് അങ്ങനെ വരുന്ന ആളുകളുണ്ടാവും. പക്ഷെ അത് അവരുടെ ശരീരത്തിൻ്റെ പ്രകൃതിയാണ്, അല്ലാതെ മെറ്റീരിയൽ ക്വാളിറ്റി ഇല്ലായിട്ടല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളൂ. താങ്ക് യു.